എല്ലാ നാമത്തിനും മേലായ നാമം. സകല അധികാരത്തിനും മേലെയുള്ളവൻ. ഈ ലോകത്തിലുള്ള സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. രാജാക്കന്മാരുടെയും പ്രസിഡന്റുമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും മേലെയാണ് നമ്മുടെ നാഥന്റെ നാമം. ശ്രീയേശു നാമം, മാധുര്യ നാമം, ഏറെ ഇമ്പമേറിയ നാമം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അവന്റെ വലിയ സാന്നിധ്യം ഈ പകലും നമ്മുടെ മധ്യത്തിൽ അർത്ഥവത്തായി വെളിപ്പെടുന്നതിനായി നാം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക. അവന്റെ സന്നിധി എത്ര മാധുര്യം, എത്ര നമ്മെ ബലപ്പെടുത്തുന്നത്, ഹൃദയത്തിന്റെ ആഴത്തെ സ്പർശിക്കുന്നത്. ദൈവജനത്തിന് ഒരുമിച്ചുള്ള കൂട്ടായ്മ എത്ര അർത്ഥവത്ത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഹൃദയത്തിൽ നിന്നും ആരാധിക്കുകയും സ്തുതിക്കുകയും അവന്റെ സന്നിധിയിൽ അഭയാദിനെ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ പകരപ്പെടുന്ന ആത്മശക്തി, അതിന്റെ മാധുര്യത വേറെയാണ്. ആമീൻ. കൊട്ടിയും ബഹളമുണ്ടാക്കിയും ആമീൻ ആരെങ്കിലും പ്രചോദിപ്പിച്ചും പകരപ്പെടുന്നതല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് എന്റെ ദൈവം കനിവ് തോന്നി സ്വർഗത്തിൽ നിന്നും ഒഴിച്ചു നൽകുന്നതാണ്, പകർന്നു നൽകുന്നതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള യഥാർത്ഥമായ ആത്മപകർച്ച. അത് നമുക്ക് ധാരാളം അനുഭവിപ്പാൻ നമ്മളോട് കാണിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ ആഴത്തിനായി നന്ദിയോടെ സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. പാട്ടിൽ കൂടെ നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കുന്ന എല്ലാവർക്കായും ദൈവത്തെ നാം ഏറെയേറെ സ്തുതിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നല്ല ആരാധനയാണല്ലോ ഇന്ന് പകലും കർത്താവ് നമുക്ക് നൽകുന്ന. എല്ലാവർക്കും വന്ദനം പറയുന്നു. ആരാധനാലയത്തിലുള്ളവർക്കെല്ലാം വന്ദനം പറയുന്നു. ഭവനങ്ങളിലും മറ്റിടങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ സഭായോഗത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. ആലയത്തിൽ അതിഥികളായോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായി എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാതെ ഇന്ന് പകൽ നമ്മുടെ കൂടെ ആരാധിക്കുന്നവർക്കും പ്രത്യേകം ദൈവസന്നിധിയിൽ വന്ദനം പറയുന്നു. ഈ വലിയ ആനന്ദം ദൈവം നമുക്ക് നൽകിയല്ലോ. കർത്താവിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മളെ കാക്കുന്നല്ലോ, ചിറകിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും ചിന്തിപ്പാൻ ഇന്ന് പകലും നമ്മൾക്ക് ദൈവം നൽകുന്ന കൃപയ്ക്കായി ദൈവത്തിന് ഏറെയേറെ സ്തോത്രം. ഒരു ജീവിതാനുഭവം പറഞ്ഞ് ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം മടങ്ങി വരിക. എന്നെക്കുറിച്ച് ഒത്തിരി പറയാറുണ്ടെന്ന് പറഞ്ഞ് ചിലരൊക്കെ പരാതി പറയാറുണ്ട്. എൻ്റെ ഭവനത്തിലുള്ളവരാ. പിന്നെ ബാംഗ്ലൂരിലുള്ള ബൈബിൾ കോളേജിൽ ആണ് ഞാൻ 4 വർഷം കേരളത്തിലെ 2 ചെറിയ ബൈബിൾ സ്കൂളുകളിൽ 3 മാസം പഠിച്ചിട്ട് പിന്നെ പഠിച്ചു. അപ്പോൾ എല്ലാം കൂടെ കണക്കൂട്ടൽ ഒരു 5 വർഷത്തെ പഠിച്ചു. 4 സ്ഥലത്ത് വീണ. അക്കാലത്ത് കേരളത്തിലെ എങ്ങും തന്നെ ഒരു 4 ഇയർ ബൈബിൾ കോളേജില്ല. 3 വർഷം വർഷത്തിൽ 8 മാസം വെച്ച് നടക്കുന്ന ഒറ്റ ബൈബിൾ സ്കൂള് കേരളത്തിലുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കുന്ന ബൈബിൾ കോളേജിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ, വെള്ളക്കാരനായ ദൈവദാസൻ. കേരളത്തിലെ ഏറ്റവും നല്ല ബൈബിൾ സ്കൂള്, മലയാളം മീഡിയം, 3 വർഷം കോഴ്സ്. അവിടുത്തെയും നേതൃത്വം ചുമതലക്കാരൻ ഒരു വെള്ളക്കാരനായ ദൈവദാസൻ. എൻ്റെ 3-ാം വർഷത്തെ പഠന സമയത്ത്, ബാംഗ്ലൂരിലെ പഠന സമയത്ത് എന്നെക്കുറിച്ച് കേട്ടിട്ട് കേരളത്തിലെ ബൈബിൾ സ്കൂളിലെ ആ വെള്ളക്കാരനായ ദൈവദാസൻ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഈ കേരളത്തിലെ ബൈബിൾ സ്കൂളിൽ വന്ന് പഠിപ്പിക്കാൻ കൊള്ളാവുന്ന ആളുകളുടെ വിവരങ്ങൾ അന്വേഷിച്ചു. എനിക്ക് 1 വർഷം മുമ്പേ ഉള്ള ബാച്ചിനെ നോക്കി ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ആ ദൈവദാസൻ പറഞ്ഞു, ആ ബാച്ചിൽ ആരുമില്ല. എൻ്റെ ബാച്ചിനെ കുറിച്ച് പരാമർശനം വന്നപ്പം പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അവർ തമ്മിൽ അന്യോന്യം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് എളുപ്പമാണ്. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. എനിക്ക് സന്തോഷം, കേട്ടവർക്കെല്ലാം വലിയ സന്തോഷം. ഒരു ബാച്ചിലർ ഡിഗ്രി അന്നത്തെ കാലത്ത് അത് വലിയ കാര്യമാണ്. ആ കാലം എല്ലാം മാറിയെന്ന്. പിന്നെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ബൈബിൾ സ്കൂള്, അവിടെ പഠിക്കുന്നവരൊക്കെ കേരളത്തിലെ വലിയ പ്രസംഗികരാ. അപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. എൻ്റെ വിവാഹ കാര്യങ്ങൾ അതിനുശേഷം ക്രമീകരിക്കപ്പെട്ടെ. അപ്പോൾ ഞാൻ അക്കാര്യം പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഈ ഭാഷ അറിയാത്ത ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരാളെ എങ്ങോട്ട് കേരളത്തിൽ വന്ന് എന്തോ എടുക്കും. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു ലൈബ്രറി വർക്ക് ചെയ്യാം,
എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം തയ്യാറായി. എൻ്റെ ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 4-5 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ വിവാഹമാണ്. അപ്പോൾ എനിക്ക് പോകാനൊരിടമുണ്ട്, എനിക്ക് ശുശ്രൂഷ മണ്ഡലമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാകട്ടെ വിമലയുടെ വീട്ടിലാകട്ടെ ഞങ്ങൾക്ക് കയറി ചെല്ലുവാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഭവനങ്ങളല്ല. അപ്പോൾ എനിക്കിങ്ങനെയൊന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ അവരുടെ ഫൈനൽ തീരുമാനം അവരെടുക്കുന്ന സമയം, അത് ബാംഗ്ലൂരിൽ വെച്ച് നടന്നൊരു മീറ്റിങ്ങിലാണ്. അവിടെ വെച്ച് തീരുമാനമുണ്ടായി പി വി തോമസിനെ വേണ്ട. അതുപോലെ അത് കഴിഞ്ഞ് അതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്രയും തീവ്രത ഹൃദയത്തെ ആകെ പിടിച്ചുലച്ച അതെ വിവാഹം വരുന്നു, കയറിപ്പാനിടമില്ല, ശുശ്രൂഷയ്ക്ക് ഇതുവരെ ഒരു ഇടം കണ്ടെത്തിയിട്ടില്ല. ഞാൻ വളരെ നിങ്ങൾക്കറിയാം, അവിടെ ഞാൻ ഒത്തിരി നിൽക്കുന്നില്ല, പ്രസംഗത്തിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോകുന്ന അനുഭവം, അതിന് സമാനമായ അനുഭവമാണ് എനിക്ക് ആ ദിവസങ്ങളിലുണ്ടായി. ഞാൻ ഒരുപാട് പിന്നെ വിത്തിൻ വീക്സ്, എനിക്ക് വിവാഹത്തിന് കുറേ ആഴ്ചകൾക്ക് മുമ്പെങ്കിലും ഞാൻ എവിടെ പോകുന്നുവെന്ന് എനിക്ക് തീരുമാനിക്കണം. തമിഴ്നാട്ടിൽ ട്രിച്ചിയിൽ ഒരു ബൈബിൾ സ്കൂളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. പിന്നെ നാഗാലാൻഡിൽ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി വിളി വന്നു. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു. വളരെ കലുഷിതമായ ആഴ്ചകൾ. 44 വർഷം കഴിഞ്ഞു. ആ സംഭവം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി മനുഷ്യൻ തടഞ്ഞതാണോ, അതോ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അടച്ചതാണോ എന്ന് ഇന്നും എനിക്ക് വ്യക്തമല്ല. ഇന്ന് പകലും ഞാൻ ഓർത്തു അത് ദൈവം അടച്ചതായിരുന്നോ, എനിക്ക് ഉറപ്പല്ല. പക്ഷേ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നും ഭൂമി മാറിപ്പോയതുപോലെയുള്ള സാഹചര്യം എല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ന് ഒരിക്കലും മറക്കത്തില്ല. ഒരു ഭവനത്തിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് ഒരു മൈലോളം കാണും. ആ 1 മൈലും തോരെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നടന്നുപോയൊരു സമയമുണ്ട്, ഒരു രാത്രി. അപ്പം അങ്ങനെ ഒക്കെയുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ ആരംഭ ഘട്ടത്തിൽ ആണെങ്കിലും അന്നും ഇന്നും ഞാൻ ഉൾക്കൊണ്ട അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. കർത്താവ് അറിയാതെ ഒന്നും വരത്തില്ല. ഇതല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് വേറൊന്ന് എന്നിൽ കൂടെ ചെയ്യുവാനായിട്ട് കാണും എന്നുള്ള ആ ഉറപ്പ്, അതാണ് നിലനിർത്തിയത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹിമ. ഞാൻ ഇത് പറയുവാനായിട്ടുള്ള കാര്യം ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. ഇന്നിവിടെ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തെ വിടാം. അവിടുത്തെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. യെഹോയാക്കീം രാജാവിൻ്റെ കാലത്ത്, യോശിയാവിൻ്റെ മകനായ യെഹോയാക്കീമിൻ്റെ കാലത്ത് ആണ് 1-ാം പ്രവാസം. ബാബിലോണിയ രാജാവ് സൈന്യങ്ങൾ കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ കീഴടക്കി അവിടുത്തെ ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ദേവാലയത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. ആ പശ്ചാത്തലത്തിലാണ് ദാനിയേൽ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നത്. യെഹെസ്കേൽ പിടിക്കപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലുള്ളതാ. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് പിടിക്കപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലുള്ളതാ. സ്തോത്രം. ഇവിടെ നിങ്ങൾ മറക്കരുത്, രാജാവ്, ഭരണാധിപന്മാര്, പുരോഹിതന്മാര്, പ്രവാചകന്മാര് ദൈവത്തിന്റെ വഴിവിട്ട് പാപത്തിന്റെ ദുഷ്ടതയുടെ വഴികളിലാണ്. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തെ സിൻസിയറായിട്ട് ആരാധിക്കുന്ന, വിശ്വസ്തയോടുകൂടെ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പിറന്നവരായിരുന്നു യെഹെസ്കേൽ. രാജകുടുംബത്തിലുണ്ടായിരുന്നു, കുലീന കുടുംബങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽപ്പെട്ടവരാ ദാനിയേലും മറ്റു ചെറുപ്പക്കാരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും ആരും ഒഴിയാതെ എല്ലാവരും ദുഷ്ടതയിലും പാപത്തിലുമായിരുന്നുവെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാകരുത്. അവരുടെ എല്ലാം നടുവിൽ ദൈവത്തെ യഥാർത്ഥമായും പിൻപറ്റുന്ന ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു കൂട്ടമായി നമ്മളെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ടവരെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹിമ. ഇതാണ് പശ്ചാത്തലം. എന്നിട്ട് ഞാൻ അവിടെ കഴിഞ്ഞ 2 ഞായറാഴ്ച നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചേ. എങ്കിലും കുറേ കാര്യം കൂടെ ബാക്കിയുണ്ടായിരുന്നു.
പിന്നെ പ്രസംഗിച്ച് കഴിഞ്ഞു വിടുന്നതിപ്പോൾ എനിക്ക് തോന്നി അടുത്ത ആഴ്ച കൂടെ ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പം ഞാനിത് തിരിച്ചു കൊണ്ടുവന്നേക്കുക. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പറയുവാനുള്ളതിനെ എല്ലാം വിപുലപ്പെടുത്തിയ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. അത് ഒരുങ്ങുമ്പോൾ വളരെയധികം ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെടുവാൻ എനിക്ക് ഇടയായി. ഞാൻ നിങ്ങളോട് കർത്താവ് എന്നോട് പറഞ്ഞത് പങ്കുവെക്കാം. ദൈവത്തിന് സ്തോത്രം. സ്ലൈഡ് 31, ദൈവത്തിന് സ്തോത്രം. അവിടെ ആ വാക്ക് ഗോഡ് ഓർക്കസ്ട്രേറ്റിംഗ് ഇവൻറ്റ്സ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഓർക്കസ്ട്രേറ്റിംഗ് എന്ന ഇംഗ്ലീഷ് വാക്ക് എനിക്ക് അടുത്ത കാലത്ത് ഞാനത് പിക്ക് ചെയ്ത്. പിന്നെ നമ്മുടെ സാധാരണ മലയാളികൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചവരെ, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട 10ാം ക്ലാസ് ഇംഗ്ലീഷാണ്. പിന്നെ അപ്പോൾ നമുക്കൊത്തിരി ഒന്നും അറിയുന്ന വാക്കല്ല. പിന്നെ എന്നാൽ അതിനൊത്തിരി അർത്ഥം ആസൂത്രണം എന്നുള്ളത് ഒരു വെരി ക്ലോസ്. ദൈവത്തിന് സ്തോത്രം. ദൈവം കാര്യങ്ങളെ അകത്ത് ഇടപെട്ട് ദൈവം കാര്യങ്ങളെ മാറ്റം വരുത്തി ദൈവം കാര്യങ്ങളെ പണിതെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ആസൂത്രണം, പ്ലാനിങ് എന്ന വാക്കിന്റെ നല്ല മലയാളമാണ് ആസൂത്രണം. അപ്പൊ ഈ ഓർക്കസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് അതികൂടുതൽ അർത്ഥവ്യാപ്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ അർത്ഥം അല്ലെങ്കിൽ എൻ്റെ ഉള്ളത്തിലുള്ള അർത്ഥം ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ദൈവജനത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ ഇറങ്ങി വന്നിട്ട്, സ്തോത്രം, അത് എന്തുവായിക്കൊള്ളട്ടെ, കർത്താവിന് മഹിമ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം, തൻ്റെ ഹിതപ്രകാരം അതിനനുസരിച്ചോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് വിഘാതമായി സംഭവിച്ചു പോയ സംഭവങ്ങളുടെ നടുവിലോ തന്നെ സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് കാര്യങ്ങളെ പണിയുന്ന ദൈവം. ഇതാണ് ഇവിടുത്തെ ദൂത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 3 ഭാഗങ്ങൾ എൻ്റെ ധ്യാനത്തിനുണ്ട് ഇന്ന്. അപ്പോൾ 1ാം ഭാഗത്ത് ഈ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കുവാൻ. നെക്സ്റ്റ് സ്ലൈഡ്. കാര്യങ്ങൾ തെറ്റുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് എല്ലാം റീകോൾ ചെയ്യാവുന്ന എല്ലാം റീകോൾ ചെയ്തു. ജീവിതത്തിൽ നാം കടന്നുപോയ ജീവിതാനുഭവങ്ങളെ റീകോൾ ചെയ്തിട്ട്, ദൈവത്തിന് സ്തോത്രം, കാര്യങ്ങൾ തെറ്റിപ്പോയ, ദൈവഹിതമാണെന്ന് ഉറപ്പ് വന്നിട്ട് തെറ്റിപ്പോയ കാര്യങ്ങൾ എത്രയോ കാണും. ഞാൻ എൻ്റെ 80-ലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന 21-22 വയസ്സുള്ള കാലഘട്ടത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ അത് ഒരു 1-2 ദിവസങ്ങളുണ്ടായതല്ല. ഞാൻ 3ാം വർഷം പഠിക്കുന്ന കാലത്തെ ആലോചന തുടങ്ങിയതാ. അപ്പോൾ 1 വർഷത്തിലധികമായിട്ടുള്ള കാര്യമാ. പ്രാർത്ഥന, ചിന്ത, ചർച്ചകള്, അതിന്റെ പുറകെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാതെ ചുവടുകൾ വെച്ചിട്ട് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് കർത്താവ് അതിനെ കലക്കിയ കാര്യങ്ങൾ, ഏതായാലും നമ്മളെ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്ന് കാര്യങ്ങൾ തെറ്റുമ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, റീകോൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8:28 നമുക്ക് ആരംഭിക്കാം. ആ വാക്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയും. എനിക്കറിയാം ആ വാക്യം അതുപോലെ അതുപോലെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിലർക്കേലും പരിഭവം കാണും. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുക. അപ്പം നമ്മുടെ ചോദ്യം, ഇതെല്ലാം തമ്പുരാന്റെ രീതിയാണോ? ദൈവപ്രവൃത്തിയായി ആണെന്ന് അറിഞ്ഞും വെച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് എൻ്റെ ശുശ്രൂഷയുടെ ഭാവിക്ക് തടസ്സം ഒരു മനുഷ്യനായിട്ട് എന്ന എൻ്റെ ചിന്ത ഇന്നും. ദൈവത്തിന് സ്തോത്രം. അപ്പം അത് ദൈവം ചെയ്തതാണെന്ന് എനിക്ക് ചിന്തിക്കുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്ക് ഉറപ്പല്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ടു ബി ഓൺ ദ സേഫ് സൈഡ്. ഞാൻ പറയാം, ഈ വാക്യം ഇതുപോലെ അതൊരു പോസിബിൾ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫുട് നോട്ട് വേദപുസ്തകത്തിലെ വായിക്കുന്നവർ, ഇംഗ്ലീഷിലെ, മലയാളത്തിൽ ചില വേർഷൻസിലൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മുടെ പഴയ വേദപുസ്തകത്തിലില്ലല്ലോ. അപ്പം ഫുട് നോട്ടില് ചില ഭാഷാന്തരങ്ങളിലും കാണുമല്ലോ ഇങ്ങനെ. അപ്പം ഇങ്ങനെ എഴുതും, സം മാനുസ്ക്രിപ്റ്റ്സ്. 2 പോസിബിൾ റീഡിങ്. അത് ഗ്രീക്ക് ഭാഷയുടെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത കണ്ട അതിലേക്ക് അവിടെ നിൽക്കുന്നില്ല. എന്നാൽ പോസിബിൾ ഓൾട്ടർനേറ്റീവ് ട്രാൻസ്ലേഷൻസ്, വ്യത്യസ്തമായ ഭാഷാന്തര സാധ്യത. അപ്പൊ ഇതിനകത്ത് ഏതാ ശരിയെന്നുള്ളത് വായിച്ചെടുക്കുവാൻ പ്രയാസമാണ്. സ്തോത്രം. മാറാനാഥ എന്ന വാക്ക് അതുപോലൊരു വാക്കാ. 2 രീതിയിൽ അത് വായിക്കാം. അവർ ലോർഡ് കംസ്
അതൊരു ഡിക്ലറേഷൻ. അല്ലെങ്കിൽ അടുത്തത് അവർ ലോർഡ് കം, ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അരമായിക്ക വാക്കുകൾ ദൈവത്തിന് സ്തോത്രം. അതുപോലെ വ്യത്യസ്ത ഭാഷാന്തര സാധ്യതയുള്ള ഒരു വാചകം ഇവിടെ. അപ്പൊ ഒരു ഭാഷാന്തരം ഇങ്ങനെ, ഗോഡ് വർക്ക്സ് ഓൾ തിങ്സ് ടുഗദർ ഫോർ ഗുഡ്. അതാ നമ്മുടെ ഭാഷാന്തരത്തിൽ സാധാരണയുള്ളത്. പിന്നെ എന്നാ അതർ പോസിബിൾ ട്രാൻസ്ലേഷൻ, ഗോഡ് വർക്ക്സ് ഇൻ ഓൾ തിങ്സ് ഫോർ ദ ഗുഡ്. അർത്ഥവ്യത്തിന് വ്യത്യാസം വരുന്നു. മലയാളം നോക്കിക്കോ, ദൈവം സകലവും നന്മയ്ക്കായി ഒരുമിച്ച് കൂടി വ്യാപരിപ്പിക്കുന്നു. അവിടുത്തെ ഈ വാചകത്തിലെ എൻ്റെ ഭാഷാന്തരം ഒത്തിരി നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് വാക്യത്തിലേ എടുക്കാം. ദൈവം നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കുന്നു. അതല്ലെങ്കിലോ സ്തോത്രം, ദൈവം സകലത്തിലും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം. നിങ്ങൾ അത് ഉൾക്കൊള്ളണം നന്നായിട്ട്. എൻ്റെ വഴിയെ തടഞ്ഞത് തമ്പുരാൻ അടഞ്ഞതല്ലെങ്കിൽ, മനുഷ്യനാ തടഞ്ഞതെങ്കിൽ അവിടെ ഒരു മനുഷ്യപ്രവൃത്തിയാണ് വെളിപ്പെട്ടേക്കുന്നേ. പക്ഷെ എൻ്റെ ദൈവം സ്തോത്രം അവിടെ ഇറങ്ങി വന്നിട്ട് എന്നോട് സംസാരിച്ച് എൻ്റെ തലയിൽ തൻ്റെ കരം വെച്ച് അവൻ്റെ കരം കൊണ്ട് എൻ്റെ കരത്തെ പിടിച്ച് തൻ്റെ മാറോട് എന്നെ അടുപ്പിച്ച് എന്നെ ആശ്വസിപ്പിച്ച് ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല, നിന്റെ ഭാരം എൻ്റെ മീതെ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന എൻ്റെ ദൈവം. ഇവിടെയാ ദൈവത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കസ്ട്ര എന്ന വാക്ക് നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് ഈ കയ്യും കാലും കാണിക്കുന്ന മനുഷ്യനല്ലേ മനുഷ്യത്തി. നിങ്ങൾ വിചാരിക്കും ഇവരെന്തോ ഈ കാണിക്കുന്നതെന്ന്. ആ കൊയറിന്റെ മാധുര്യത അവരുടെ ആ കരവിരുതില അവര് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതില. ദൈവത്തിന് സ്തോത്രം. എൻ്റെ തമ്പുരാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സമൂല മാറ്റം വരുത്തുന്ന ദൈവം തമ്പുരാന്റെ പ്രവർത്തിക്കായി ദൈവത്തിന് ഏറെയേറെ സ്തോത്രം ചെയ്യുകയാ നമ്മൾ ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ. കർത്താവിന് സ്തോത്രം. അവിടെ നാം കുറെ നിൽക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് വരാം. ദാനിയേലിലേക്ക് വരുമ്പോഴേ സ്തോത്രം, ഇവരെ പ്രവാസത്തിലേക്ക് അയച്ചത് ദൈവം തമ്പുരാനാ. നിങ്ങൾ യിരെമ്യാ പ്രവചനം വായിക്കുമല്ലോ, നമ്മളെല്ലാവരും വായിക്കുമല്ലോ. യിരെമ്യാ പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യണ്ട, പോയച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. പോകുകയല്ലാതെ വഴിയില്ല. കാരണം ദൈവം അത് തീർപ്പ് കൽപ്പിച്ചിരിക്കുക. ഇനി ആവശ്യം അവിടെ പോയി 70 വർഷം നന്നായി ജീവിച്ചിട്ട് മക്കളെ ദൈവഭയത്തിൽ വളർത്തിയിട്ട് മടങ്ങി വരുവാനുള്ള ആ വാഗ്ദത്തത്തെ നോക്കി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദാനിയേൽ എന്ന ദൈവമനുഷ്യനെ, യെഹെസ്കേൽ എന്ന ദൈവമനുഷ്യനെ അവരുടെ കൂടെയുള്ള മറ്റനേക എണ്ണമറ്റ നല്ല വിശുദ്ധരായ ദൈവമക്കളെ ഈ പ്രവാസത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവം തമ്പുരാനാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കാണുന്നത് അല്പം ഫാസ്റ്റായിട്ട് പോകും. കാരണം ഇനി വേറൊരു ദിവസം ഇതിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പൊ അവിടെ സ്തോത്രം. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നേ ഇവരെയല്ല ഈ ബാബിലോണിൽ കൊണ്ടുവന്നിട്ട് തമ്പുരാന് മറന്നു കളയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ശിക്ഷിച്ചു വിട്ടേക്കുക. ദൈവത്തിന് മഹത്വം. എന്നാലേ കർത്താവിന് സ്തോത്രം. ഇവരെല്ലാം പ്രവാസത്തിലായിരുന്നപ്പോൾ കേവാർ നദിയുടെ തീരത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുവനെ മഹത്വത്തിന് വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. രാജാവിന്റെ ആളുകളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്ന 4 പുരുഷന്മാർക്ക് ദൈവത്തിന്റെ പ്രത്യേക പ്രചോദനം. ദൈവത്തിന് സ്തോത്രം. അവരെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവത്തിന് ദൈവപ്രവൃത്തി. തീയിൽ എറിയപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. കർത്താവിന് സ്തോത്രം. സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോൾ സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. തള്ളിക്കളഞ്ഞിട്ടുള്ള ദൈവമക്കളെ, ദൈവം മറന്നിട്ടുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ പ്രവാസമല്ല അവസാനം, ഈ ദുഃഖമല്ല അവസാനം. എന്റെ ദൈവം ഇതിവിടെയും നമ്മളോട് കൂടെ കടന്നു വന്ന് ഹല്ലേലൂയ വില കൊടുത്ത് ഞാൻ വാങ്ങിയതാ. അബ്രഹാമിന്റെ സന്തതിയാ. എന്റെ പുത്രന്റെ രക്തത്താല് ഞാൻ കഴുകി വെടിപ്പാക്കിയതാ. അങ്ങനെ ഞാനങ്ങ് വിട്ടുകളയത്തില്ല. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലെ ഇവനെ ഞാൻ വേർതിരിച്ചതാ. ഹല്ലേലൂയ. ഒരാൾ അവനെതിരെ പറഞ്ഞ് വാതിലടച്ചാൽ അടയുന്നതല്ല അവന്റെ ശുശ്രൂഷയുടെ ജീവിതം. ഹല്ലേലൂയ. എന്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവിന് മഹിമ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ.
നിങ്ങൾ നോക്കണേ, സ്തോത്രം. എസെക്കിയേലിന്റെ ദാനിയേലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആമീൻ. എന്നിട്ട് നിങ്ങൾ പിന്നെ ഈ പ്രവാസത്തിന്റെ ഞാനിത് ഒരുങ്ങുന്ന സമയത്ത് ഈ ദൂത് ഒരുക്കുമ്പോഴാണ് അത് ഓർത്തേ. ആമീൻ. ചരിത്രത്തിലെ ഈ രണ്ട് മഹത്തായ പുസ്തകങ്ങൾ, യെഹെസ്കേൽ പ്രവചനവും ദാനിയേലിന്റെ പുസ്തകവും, എന്തൊരു സമ്പത്താ. ആമീൻ. ഹല്ലേലൂയ. ഈ പ്രവാസത്തിൽ നിന്നും ഉണ്ടായതല്ലേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആമീൻ. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമുക്കിതെല്ലാം കൂടാതെ ഏത് തോട്ടത്തിലേക്ക് അങ്ങ് പോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹിമ. തമ്പുരാന്റെ പദ്ധതി മുഴുവൻ ആമേൻ മൺകുടം താഴെ വീണ് ഉടയുന്നതുപോലെ ഉടയപ്പെട്ടു ഏതൻ തോട്ടത്തിൽ. ഞാൻ സാധാരണ ഓർക്കുന്നൊരു വാക്കുണ്ട്, ത്വാട്ടിങ് ഗോഡ്സ് പർപ്പസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഹിതത്തെ നാം ഉടച്ചു കളയുക. സ്തോത്രം. ആമീൻ. അതിനെ വിഘാതം സൃഷ്ടിക്കുക. നിങ്ങളെ ഒരുപക്ഷെ മനസ്സിൽ വിചാരിക്കും അത് സാധിക്കുമോ എന്ന്. തമ്പുരാൻ അത് അനുവദിച്ചേക്കുക. ആ സാധ്യത ദൈവത്തിന് സ്തോത്രം തള്ളിക്കളയരുത്. അത് ഏതൻ തോട്ടത്തിലെ ആരംഭിച്ചതാ. ആമീൻ. ഏതൻ തോട്ടത്തിലെ ദൈവപ്രവൃത്തി ദൈവം അത്യധികമായിട്ട് നല്ലതായിട്ട് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ മണിക്കൂറുകൾക്കകമാകാം, സമയം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ആമീൻ. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിൽ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ വീണുടയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചെയ്യുന്നത് നോക്കണം. വെയിലറിയപ്പോൾ പതിവ് പോലെ അവിടെ ഇറങ്ങി വന്നു. ദൈവത്തിന് വരാതിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവരെ മറന്നേക്കാം. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, നരകത്തിലേക്ക് അവരെ വിടാം, ഈ രണ്ടിനെ അന്നേരം വിട്ടാൽ മതിയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ടേ സ്തോത്രം കാര്യങ്ങൾക്കാകെ മാറ്റം വരുത്തുകയാ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാ, സ്ത്രീയുടെ സന്തതി വരും, ജഡമെടുത്ത് വരും, കാലത്ത് എങ്കിൽ വരും. സ്തോത്രം. അവൻ പാപയാഗമായിട്ട് അറുക്കപ്പെടും. ഇത് അത്രയൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാന വാക്കുകളായിട്ട് പറയുകയാ. സ്തോത്രം. അവൻ്റെ മരണം ഒരു ക്രൂശിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ മരണം മാനവജാതിയുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി ഞാൻ അംഗീകരിക്കും. അവനെ രക്ഷക എന്ന് വിളിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ മക്കളാക്കി വേർതിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു വലിയ ദൈവപ്രവൃത്തിയാ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഓർക്കസ്ട്രേറ്റിംഗ് ഇവന്റ്സ്. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി പ്രവൃത്തി ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് പോകാം. കുശവന്റെ വീട്ടിലേക്ക് പോകാം. കർത്താവിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം. ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ടല്ലോ, പറയാറുണ്ടല്ലോ, കുശവൻ കയ്യിൽ കളിമണ്ണ് പോൽ മോൾ മീ ആൻഡ് മേക്ക് മീ ആഫ്റ്റർ ദൈ വിൽ. ആ പറയുന്നതിലും പാട്ടിലും നാം ആ ഭാഗത്തെ കാതലായ ഒരു ഭാഗം ഓർക്കാതിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുഴപ്പമില്ല. ഗോഡ് ഈസ് പോട്ടർ, വി ആർ ക്ലേ ഇൻ ഹിസ് ഹാൻഡ്സ്. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആമീൻ കളിമണ്ണാണ്. ആമീൻ. അവൻ്റെ കരങ്ങളിൽ നമ്മൾ ഇരിക്കുകയാ. പക്ഷേ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഇന്ന് കേട്ടിട്ട് ഒരിക്കലും മറക്കരുത്. ഒരുപക്ഷെ ഒത്തിരി പേർക്ക് ഇത് അറിയാമായിരിക്കും. ഹല്ലേലൂയ. അവിടെ ഈ കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണും കുശവൻ്റെ ഇഷ്ടം പോലെ കുശവൻ്റെ കരവിരുതിനാൽ അവന് രൂപപ്പെടുത്തിയെടുക്കുന്ന കലവും ചട്ടിയും ഒക്കെ ഉണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു ദൂതം അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ പകൽക്കാലം നമ്മുടെ ഉള്ളത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്യങ്ങൾ വായിക്കുക. അവിടുത്തെ 18-ാം അധ്യായത്തിലെ വാക്യമാണ് 4-ാം വാക്യം മുതൽ. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നിട്ട് അടുത്ത വാചകം അതാണ് പ്രധാനപ്പെട്ട. സ്തോത്രം. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം ആക്കി തീർത്തു. സ്തോത്രം. ഇത് നമ്മുടെ ഉള്ളത്തിൽ അങ്ങനെ ആഴ്ത്തി പതിഞ്ഞിട്ടില്ലാത്തതാ. സ്തോത്രം. കുശവൻ്റെ കരവിരുത്, തൻ്റെ പോട്രി മേക്കിംഗ്, അത് അവിടെ ഉണ്ട്. എന്നാൽ അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. താഴോട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം വായിച്ചു നോക്കണം ദയവായി. ആമീൻ. ഇവിടെ സംഭവിക്കുന്നത്, അപ്പോൾ ഈ കുശവനെ കാണിക്കുക. ആമീൻ. ചീത്തയായി പോയ ക്ലേ. എന്നിട്ട് യിരെമ്യാവിനെ കാണിപ്പിക്കുക. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലും മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്നിട്ട് 5-ാം വാക്യം. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ യിരെമ്യാവിന്, ദൂതിത ഇസ്രായേൽ ഗൃഹമേ. 6-ാം വാക്യം. സ്തോത്രം. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ?
എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാ ദൂത്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സ്തോത്രം. ഒരു കുശവൻ എന്ന നിലയിൽ ദൈവം കളിമണ്ണ് നിർമ്മിക്കുന്നത് പോലെ, വീണ്ടും അതിൽ നിന്ന് വേറൊന്നിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തോടെ ഇരമ്യാവിൽ കൂടെയുള്ള ദൂത്, നിങ്ങൾ ഉടഞ്ഞു, ചീത്തയായി, നിങ്ങൾ വീണുപോയി, ഞാൻ നിങ്ങളെ പ്രവാസത്തിലേക്ക് അയക്കുകയാ, പക്ഷെ അത് നിന്റെ അവസാനമല്ല. കർത്താവിന് സ്തോത്രം. ഒരു ജാതി എന്ന രീതിയിൽ അവസാനമല്ല. ആമേൻ. എന്നെ ഭയപ്പെടുന്ന ദൈവജനം എന്ന രീതിയിൽ അവസാനമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കും. കർത്താവിന് മഹത്വം. ഇത് ഉൾക്കൊണ്ട് വേണം യിരെമ്യാ പ്രവചനത്തിലെ ആ ദൂത് നാം ധ്യാനിക്കുവാൻ. ഈ പകൽക്കാലം ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടുമാണ് ഈ ദൂത്. ആമീൻ. ജീവിതത്തിൽ ഇപ്പോഴോ ഈ വർത്തമാനകാലത്തോ, ആമീൻ, പഴയ കാലത്തെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ സാധിക്കും. എനിക്ക് ചിന്തിപ്പാൻ സാധിച്ചിട്ടുണ്ട്. സകലതും തീർന്നുവെന്നും വീണുടയപ്പെട്ടുവെന്നും ഇനിയും മുന്നോട്ട് പോകാൻ ഒക്കത്തില്ലെന്നും ഇനി ഒരു പ്രസംഗികനാകാൻ ഒക്കത്തില്ലെന്നും ഒക്കെ ചിന്തിച്ച കാലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇറങ്ങി വന്ന് എന്നോട് കൂടെ നിന്നിട്ട്, ആമീൻ, കളിമണ്ണ് കൈകളിൽ എടുക്കുന്ന കുശവനെ പോലെ, ആമീൻ, എന്നോട് സംസാരിച്ച് ഇനിയും നീ പ്രസംഗിക്കും. ഇനിയും നിനക്ക് പോകുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനിയും നിനക്ക് ജാതികളോട് പ്രസംഗിപ്പാനുണ്ട്. ഇനിയും നീ പ്രഭുക്കന്മാരോട്, രാജാക്കന്മാരോട് ശുശ്രൂഷിപ്പാനായിട്ടുണ്ട്. പൗലോസേ, ഈ കടലിൽ നീ അവസാനിക്കത്തില്ല. ഹല്ലേലൂയ. നീ റോമിൽ അവസാനിക്കും. ഹല്ലേലൂയ. നീ ഇനിയും എഴുതും. ഹല്ലേലൂയ. ഈ പകൽ ദൈവമൈതലേ, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ച്, നിന്റെ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് മഹത്വം, നിന്റെ ബന്ധങ്ങൾ അവസാനിച്ചു എന്ന് വിചാരിച്ച്, നിന്റെ മക്കൾ ഇനിയും ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ നന്നാകത്തില്ലെന്ന് വിചാരിച്ച്, ഹല്ലേലൂയ, നിന്റെ ആരോഗ്യം ഇതുകൊണ്ട് പട്ടുപോകും എന്ന് വിചാരിച്ച് ജീവിതത്തിലായിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ഉയരത്തിലെ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ട് നമ്മുടെ മീതെ കരം വെച്ച് എല്ലാവരോടും പറയുകയാ, തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. എൻ്റെ കരങ്ങളിലാ നീ. നിന്റെ ബന്ധങ്ങൾ എൻ്റെ കരങ്ങളിലാ. നിന്റെ കുടുംബം എൻ്റെ കരങ്ങളിലാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കരങ്ങളിലാ. നിന്റെ പ്രസംഗം എൻ്റെ കരങ്ങളിലാ. നിന്റെ ശുശ്രൂഷ എൻ്റെ കരങ്ങളിലാ. നിന്റെ സഭ എൻ്റെ കരങ്ങളിലാ. നിന്റെ ആരോഗ്യം എൻ്റെ കരങ്ങളിലാ. ഏറ്റെടുക്ക്. ഹല്ലേലൂയ. ദൈവജനം ഈ പകൽക്കാലം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ പ്രവൃത്തി എല്ലാ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സമർപ്പണം ഉണ്ടാകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കൽ ഉണ്ടാകട്ടെ. അനുതാപം ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഉയരട്ടെ. നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പം, നെക്സ്റ്റ് സ്ലൈഡ്, ചിലപ്പോഴൊക്കെ എങ്കിലും ഈ പാസ്റ്റർ സനിലിൻ്റെ വായിന്ന് ഞാൻ ഈ ഓർക്കസ്ട്രേറ്റിംഗ് വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളത്തിലിത് പതിഞ്ഞേ. സ്തോത്രം. ഒരു വിശദാംശത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സ്തോത്രം. എന്നാൽ പലതും നമുക്ക് ദുഃഖകരമാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിലോ എന്ന് നാം ചിന്തിക്കുന്ന വേളകളുണ്ട്. ഞാനുൾപ്പെടെ പറയുന്ന വേളകളുണ്ട്. സ്തോത്രം. പല അളവിലാ നമ്മൾ എല്ലാവരും കടന്നുപോയ സംഭവങ്ങളിൽ പെട്ടുപോയി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമല്ല, ഇനി അതിലൊന്നും പെടാതെ ദൈവസഭയുടെ ഭാഗമായി പ്രിയപ്പെട്ടവരുണ്ട് ഈ പകൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയവരാണ്. കർത്താവിൻ്റെ വഴികൾ തിരിച്ചറിയുവാൻ ശ്രമിച്ചവരാ. നമുക്കൊരു സാക്ഷ്യമുണ്ട് ഒരുമിച്ച് ഈ പകൽക്കാലം. അത് സ്തോത്രം,
Our God has been orchestrating. എൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തി ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രവർത്തിച്ച് വെളിപ്പെടുത്തി സഹായിച്ച് നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇത് ഞാൻ പറയാറുള്ളത് ആവർത്തിക്കുക. ആരും വിചാരിക്കരുത് ഇതൊരു എൻഡാണെന്ന്. ഇതൊരാരംഭം മാത്രമാണ്. തലമുറകൾ വരാനുണ്ട്. എൻ്റെ കുറേ വർഷത്തേക്ക് ദൂരക്കാഴ്ചയോടുകൂടെ പേപ്പർ എഴുതിയതല്ലേ, ആശയങ്ങൾ പകർന്നതല്ല, മീറ്റിങ്ങുകൾ കൂടിയതല്ല. തമ്പുരാൻ ഇതിൻ്റെ മധ്യത്തിലുള്ളെന്നറിഞ്ഞ് അത് ഉൾക്കൊണ്ട് വരുവാനുള്ള തലമുറകളെയും കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം പണിയുന്നുവെന്ന് ഉൾക്കൊണ്ട് നാം പണിയുന്നതാ. മറക്കരുത് ഒരിക്കലും ഈ ദൂത്. ഇനി ഇതിലേക്കൊന്നും അനേക നാളുകൾ ഞാൻ മടങ്ങി വന്നില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭാഗം ഇപ്പോൾ വിടാം. രണ്ടാം ഭാഗത്തേക്ക് പോകാം. ഇവിടെ രണ്ടാം ഭാഗം പിന്നെ അവിടെ ഞാൻ കുറച്ച് ഓടിപ്പോകത്തേ ഉള്ളൂ. മൂന്നാം ഭാഗത്ത് എനിക്കൊരു ഇച്ചിരി നേരം നിൽക്കണം. ആ ദൈവത്തിന് സ്തോത്രം. ഈ ചെറുപ്പക്കാരെ അവർക്കൊരു നമുക്കറിയാം. നിങ്ങളായി പട്ടാളത്തിൽ പോയവരും അല്ലെങ്കിൽ 16-ാം വയസ്സിൽ ഇന്നലെ പിന്നെ സാമ്പ്രദർ പ്രയർ ലീഡ് ചെയ്തവൻ പറഞ്ഞ് അദ്ദേഹം 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഞാനത് കഴിഞ്ഞ് പഠിക്കാൻ ഗതി കെട്ടിട്ട. അപ്പം ഞാൻ ചോദിക്കാനിരിക്കുക, എന്താ പിന്നെ അതിനപ്പുറം നാട്ടിൽ പഠിക്കാൻ. സ്തോത്രം. അപ്പോൾ ഈ 16 വയസ്സിൽ ഞാൻ 16-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയവരിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 16 വയസ്സോ അല്ലെ 18 വയസ്സോ ഒക്കെ ഈ ചെറുപ്പക്കാർക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ അവരുടെ അടുത്തേക്ക് നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ പട്ടാളത്തിലെടുക്കുമ്പോൾ 16ഉം 18ഉം അല്ല ഇപ്പം 18ആക്കി കാണും. അങ്ങനെയുള്ള വെരി യങ് ആളുകളെയാണ് അവരെ സൈന്യസേവനത്തിനായിട്ട് എടുത്തൊരുക്കുന്നത്. പല റീസൺസ് അതിന് കാണും. അപ്പം ഈ പ്രായത്തിൽ വന്നപ്പം ഈ 16-ാം വയസ്സോ അല്ലെ 18ഓ ആകട്ടെ, ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത്രമാത്രം മോറൽ ഹീറോയിസം, ദൈവത്തിന് സ്തോത്രം, സ്പിരിച്വൽ ഫെർവർ ഇത് എവിടുന്നുണ്ടായി? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുട്ടിക്കാലത്തെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നല്ല മാതാപിതാക്കൾ ആമേൻ ജനിച്ച സമയം മുതലേ കാതിൽ ഓതിക്കൊടുത്തതാ ദൈവത്തിൻ്റെ വചനം. വീട്ടിൽ കേട്ടതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ റിസൈറ്റലാ. പ്രാർത്ഥന പലനേരം ഭവനത്തിലെ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത ആഹാരം കഴിപ്പില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വളർന്നു വന്നവരാ. ദൈവത്തിന് മഹിമ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുന്നതിനായി ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുകയാ. കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ സ്നാനത്തിന് ഒരുക്കുന്ന സമയങ്ങളിൽ ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, ഓർത്തിരുന്ന് പറയാറുണ്ട്. ആമീൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ മാതാപിതാക്കളാണല്ലേന്നാ. കാരണം അങ്ങൊന്നും ഇങ്ങൊന്നും പല കാര്യങ്ങൾ കേൾക്കും. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ നെഗറ്റീവ് പറയാനുണ്ടെങ്കിലും അവർ ഡിസിപ്ലിൻ ചെയ്താലും എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യുന്നൊക്കെ പോകട്ടെ, പിന്നെ ഡിസിപ്ലിൻ ചെയ്താലും ഹാർഷായിട്ട് തോന്നിയാലും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവഭയമുള്ള, ദൈവത്തിന് സ്തോത്രം, ഭവനങ്ങളിൽ ദൈവഭയമുള്ള മാതാപിതാക്കളാൽ നിങ്ങൾ വളർത്തപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഞാനും പാസ്റ്റർ ജോസഫും കൂടെ ഇരിക്കണേ ഇംഗ്ലണ്ടിൽ ഷെഫീൽഡിൽ ഒരു ദൈവസഭ സന്ദർശിപ്പാൻ പോയി. ഒരാഴ്ച അവിടുത്തെ വെള്ളക്കാരുടെ ചെറിയ കൂട്ടങ്ങളിൽ ഏരിയ പ്രയർ എന്ന് പറഞ്ഞു സെൽഫ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെയൊക്കെയുള്ളവർ പരിചയപ്പെടുമ്പോൾ പറയും, അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് പറയും, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ ഹിന്ദു കുടുംബത്തിൽ നിന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ വെച്ചാൽ ഞാൻ വിനയം പഠിച്ചേ. അവർ പറഞ്ഞു, ഞങ്ങളാരും ക്രിസ്ത്യ കുടുംബത്തിൽ വളർന്നല്ല. സ്തോത്രം. അപ്പം അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നേ ഈ പാശ്ചാത്യരെല്ലാം ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നിരുന്ന. അപ്പം എന്നിട്ടേ നമ്മുടെ നാട്ടിലെ നമ്മുടെ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് ഒരാൾ വന്ന ഏതാണ്ട് വലിയ കാര്യമാണെന്നാ. അപ്പം അവരെ എന്നെ പഠിപ്പിച്ചേ പാശ്ചാത്യ നാടാണെങ്കിലും പൗരസ്ത്യ നാടാണെങ്കിലും ദൈവത്തെ വിളിക്കുന്ന ഭവനത്തിൽ വളർന്നാലേ കാര്യമുള്ളൂ എന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ദൈവം തമ്പുരാനിലായിരുന്നു. ഞങ്ങളെ ക്രിസ്തീയ വഴികളിൽ ആരും വിളിച്ചിട്ട് വളർത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഭയത്തിൽ വളർത്തുവാൻ ദൈവം നൽകുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമീൻ. അതേറെ ഉത്തരവാദിത്വത്തോടെ എന്നും നിറവേറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ബാംഗ്ലൂരിൽ തന്നെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ പഠിപ്പിച്ച വെള്ളക്കാരിയായ ഒരു ദേവദാസിയ. അപ്പോൾ അവർ ഒത്തിരി നല്ല വെരി ഗുഡ് ടീച്ചർ. അപ്പോൾ ഒരു കാര്യം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ആ ദേവദാസി പറഞ്ഞു, അമേരിക്കൻ സഭകളിലെ 80% ആളുകൾ സൺഡേ സ്കൂളിൽ കൂടെ വളർന്നു വന്ന ദൈവമക്കളായവരാണ്. കർത്താവിന് സ്തോത്രം. അമേരിക്കയിലാണ്. ഭാരതത്തിൽ പൈനീടാകുന്ന ഒരു ചർച്ച് അത് ഉണ്ട്.
എന്നാൽ നമുക്ക് സഭകളുള്ള സമയത്ത് നമ്മൾ ഈ യാഥാർത്ഥ്യം മറക്കുന്നില്ല. ഒരിക്കൽ ഒരു വെള്ളക്കാരനായ മനുഷ്യനെ ഇൻ ഇന്ത്യ, അദ്ദേഹം ഹി വാസ് വിസിറ്റിംഗ് എ ബൈബിൾ സ്കൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെല്ലാം നിർബന്ധിച്ച് സമയത്ത് ഒരുക്കി ചർച്ചയ്ക്ക് കൊണ്ടുവരും. ഞങ്ങളെല്ലാം ഒരു പ്രായമായ സമയത്ത് ഒരിക്കൽ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല. അവർക്ക് ആ പ്രായമായി. ഇത്രയും സമയം നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുക്കി നിർബന്ധിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുപോയി. ഞാൻ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ്റെ സാക്ഷ്യം അങ്ങനെ എൻ്റെ അപ്പൻ വളർത്തിയെടുത്തപ്പം ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുവാൻ എളുപ്പമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ബില്ലി ഗ്രഹാമിൻ്റെ ജസ്റ്റ് ആസ് ഐ ആം എന്ന തൻ്റെ ജീവചരിത്രത്തിൽ താനെ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന സമയങ്ങളിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ മക്കൾ ഭക്തരല്ലായിരുന്നു. അവരെല്ലാവരും ഒരുപക്ഷെ നന്നായിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ടായിരിക്കാം. താനത് എഴുതുന്ന കാലത്തല്ല, അല്ലെങ്കിൽ ആ മക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ലോകത്തിനെല്ലോ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മറച്ചു വെക്കാതെ പച്ചയ്ക്ക് ഈ മക്കളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പം അദ്ദേഹം എഴുതുന്ന ഭാഗങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവർ വന്നിരുന്നാലും ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, അവർ നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം ഭവനത്തിൽ. ദൈവത്തിന് സ്തോത്രം. അവർ കേട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം ദൈവഭവനത്തിൽ. ദൈവത്തിന് സ്തോത്രം. അവരൊരു പക്ഷേ ഇവിടുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഈ വചനം അവരെ തൊടുവാനായിട്ടിടയായിത്തീരും. മലയാളിയായ കുമ്പനാട്ടുകാരനായ എനിക്ക് നല്ല പരിചയമുള്ള ഒരു അച്ചായൻ, അദ്ദേഹം മത്സരത്തിൽ ജീവിച്ചു. മാതാപിതാക്കൾ പെന്തക്കോസ്ത് സമൂഹത്തിലെ ഏറെ മാനിക്കപ്പെടുന്ന ദൈവമക്കളായിരുന്നു. എന്നാൽ ഇദ്ദേഹം ലോകത്തിൻ്റെ വഴിയെ, ജഡത്തിൻ്റെ വഴിയെ മാതാപിതാക്കൾക്ക് പാരമ്പര്യത്തിൽ ജീവിച്ചു. അപ്പം അദ്ദേഹം എന്നോട് കാലിഫോർണിയയെ വെച്ച അദ്ദേഹത്തെ കണ്ടപ്പം പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ അങ്ങനെ പോയി പുറത്തുനിന്ന് രാത്രി കയറി വരുന്ന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയെ കണ്ടിട്ട് എനിക്ക് അകത്ത് കയറി പോകാനൊക്കത്തുള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ വരവും കാത്തായിരിക്കാം, അവൻ കാണത്തക്ക രീതിയിലായിരിക്കാം. ആ നല്ല മാതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രിയപ്പെട്ടവൻ പിൽക്കാലത്ത് ദൈവത്തെ അറിയുവാനും നന്നായി ദൈവത്തെ പിൻപറ്റി ജീവിപ്പാനും ഇടയായി. അതിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിത്ത് വിതയ്ക്കേണ്ടിടത്ത് വിത്ത് വിതയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ട്രാക്റ്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു ട്രാക്റ്റ് വായിച്ച് ദൈവവൈതലായി തീർന്ന് എനിക്ക് ജൂനിയറായി ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു നേപ്പാളിയായ ശർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിൽക്കാലത്ത് അദ്ദേഹം നേപ്പാളി ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തില് ഒരു PhD ഡിഗ്രി എടുക്കുന്ന ഒന്നാമനായിട്ട് മാറി. നേപ്പാളിലെ ദൈവസഭയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ഇരിക്കുന്നു. ബൈബിൾ ട്രാൻസ്ലേഷനിൽ വ്യാപൃതനാണ്. ഇവിടെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ട്രാക്റ്റ് ആരോ കൊടുത്തത്. ദൈവത്തിന് മഹിമ. നഴ്സിംഗ് സ്കൂളിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിച്ച ഓർമ്മ, വിവാഹത്തിന് ശേഷം ആ ഓർമ്മ കൊണ്ട് ദൈവത്തിങ്കലേക്ക് അടുത്തിട്ട് വിശ്വാസിയായി തീർന്ന് മക്കളെയും ഭർത്താവിനെയും എല്ലാം ദൈവഭാഗത്തേക്ക് നടത്തിയ ഒരു മാന്യ വനിത ന്യൂയോർക്കിലെ നമ്മുടെ സഭകളിലുള്ള ഒന്നിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചെടുത്ത് ഇപ്പോഴുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവഭയത്തിൽ വളർത്തുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ആ കൂട്ടത്തിലൊരു വാണിംഗ് ഞാൻ എല്ലാവർക്കും നൽകുന്നു. church should not be a place wherever children are negatively impacted. ദൈവസഭയിൽ നടക്കുന്ന യാതൊരു സംസാരവും, യാതൊരു ചെയ്തിയും, യാതൊരു കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയത്തെ ബാധിക്കരുത്. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം കൂടെ ഇന്ന് ഓടിച്ചു പറഞ്ഞ പോട്ടെ, ഓടിച്ചല്ല, അവിടെ എനിക്ക് ഇച്ചിരി നേരം നിൽക്കണം. സ്തോത്രം. ഇവിടെ നെക്സ്റ്റ് സ്ലൈഡ് വേറൊരു പാഠമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തോ ഫാസ്റ്റ് പറയാൻ വരുന്നത്, കുറച്ച് ഗസ് ചെയ്യാം, പക്ഷെ അതിനെക്കാട്ടി കൂടുതലുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിലെ സംയമനം, ടെമ്പറൻസ് ഇൻ ഈറ്റിംഗ്. മിതത്വം മേ ബി ഈസ് എ ബെറ്റർ വേർഡ് ഫോർ ടെമ്പറൻസ്. പാസ്റ്റർ ലെസ്ലി തലയാട്ടും, ഹി ഹാസ് മച്ച് ബെറ്റർ മലയാളം than I have. ദൈവത്തിന് സ്തോത്രം. ഈ കഴിപ്പ് അല്ല എൻ്റെ മെയിൻ കാര്യം. സ്തോത്രം. അത് അവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം നമുക്കുള്ളത് കൊണ്ട് ഭക്ഷണമേന്നും പറഞ്ഞ് നടക്കുന്നവരല്ല നമ്മളാരും. സ്തോത്രം. എന്നാൽ
വേറൊരു ഭാഗത്തേക്ക് ഇതിനോട് ചേർന്ന് തിരുവെഴുത്തി വേറൊരു വാക്യമുണ്ട്. അത് സെൽഫ് കൺട്രോളാണ്, ആത്മനിയന്ത്രണമാണ്. ഇന്ദ്രിയജയമെന്ന പലയിടത്തും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയജയമെന്ന് വരുന്നിടത്തെല്ലാം നമ്മുടെ എല്ലാം പെട്ടെന്നുള്ള ചിന്ത ഈ ലൈംഗിക ബന്ധത്തോടുള്ള ബന്ധത്തിൽ ആണ് ഇത് പറഞ്ഞേക്കുന്നതെന്ന്. അതുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, അത് നമ്മുടെ ആളത്വത്തെയും അഫക്റ്റ് ചെയ്യുന്ന സെൽഫ് കൺട്രോൾ. സ്തോത്രം. അതെങ്ങനും ഭാഷാന്തരമായിക്കൊള്ളട്ടെ, ആത്മനിയന്ത്രണമെന്നോ സംയമനമെന്നോ ആയിക്കൊള്ളട്ടെ, സംയമനമായിരിക്കും ഏറ്റവും നല്ല ഭാഷാന്തരം. അത് ഈ ടെമ്പറൻസിനോട് കൂട്ടി നമുക്കൊന്ന് വായിച്ചേ ഇച്ചിരി സമയം ചിന്തിക്കാം. ഏതെങ്കിലും പ്രസംഗിയൻ കുറേ സമയമെടുത്ത് ആത്മസംയമനത്തെക്കുറിച്ച്, സെൽഫ് കൺട്രോളിനെ കുറിച്ച് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, കഴിഞ്ഞ ആഴ്ച ഇത് തൊടാതിരുന്നത് നല്ലതായി. ഇത് പറയണം. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തോടത് പറയണം. നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാകാൻ എന്തുവാ? സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടത്തിലെ ആത്മസംയമനത്തെക്കുറിച്ച് ചേർത്ത് പ്രസംഗിച്ച് ഏതെങ്കിലും പ്രസംഗിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ ഒരാളെക്കുറിച്ച് പറയാം. അപ്പോസ്തല പ്രവൃത്തി സ്ലൈഡ് 45. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ ആണ് നാം. ദൈവത്തിന് സ്തോത്രം. പൗലോസാ പ്രസംഗിയൻ. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നത് ഫെലിക്സാ. ഭരണാധിപനാ, ഗവർണറാ. അപ്പോൾ താൻ പല ആവർത്തി കേട്ടു. എന്നിട്ട് നിങ്ങളെ ഇപ്പോഴാണ് ഞാൻ ഈ വാക്യം ശരിക്കും ശ്രദ്ധിച്ചേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഇപ്പോൾ കൈസരിയിലാണല്ലോ. അപ്പം കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. പല നാട്ടിൽ താൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു. അവൻ പ്രസംഗം എന്തുവാ? സുവിശേഷം. സ്തോത്രം. എന്താ? യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവിക വിടുതല്. കർത്താവിന് മഹിമ. ദൈവവൈതൽ ക്രിസ്തുവിൽ കൂടെ എങ്ങനെ ആയിത്തീരാം? ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എന്ത്? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചുരുക്കി ലൂക്കോസ് എഴുതിയേക്കുക. അവൻ്റെ പ്രസംഗം കേട്ടു. നീണ്ടതാ. അതിനകത്തൊരു കാര്യം, 25-ാം വാക്യം. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി, തൽക്കാലം പൊയ്ക്കോ, അവസരമുള്ളപ്പോൾ ഇനി വിളിക്കാം. അത് പൊക്കോട്ടെ, ഫെലിക്സിനെ വിട്ടേര്. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂത് വിശ്വാസിയാകാത്ത ഒരുവനോട് പറയുമ്പോഴും സെൽഫ് കൺട്രോളിനെ കുറിച്ച് പറയുവാൻ പൗലോസിനുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിൽ വിശ്വസിച്ചാല് നിന്റെ ജഡത്തിന്റെ പാഷൻസിനെ നിനക്ക് ക്രൂശിക്കാമെന്നും നിന്റെ സകല വികാരത്തെയും നിനക്ക് മാസ്റ്റർ ചെയ്ത് ദൈവത്തിന് യോജിക്കുന്ന ചുവടുകൾ വെച്ച് വാക്കുകൾ പറഞ്ഞ് തീരുമാനങ്ങൾ എടുത്ത് ജീവിതയാത്ര തുടരാമെന്നുമാണ് ഈ ദൂതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ സുവിശേഷ പ്രസംഗത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകട്ടെ, സമയം ചുരുക്കമാണല്ലോ. പൗലോസിന്റെ വാക്കുകളാണ് ഇനിയും ഏറെ. അവസാനം പത്രോസിലേക്ക് വന്നാം അവസാനിപ്പിക്കും. പൗലോസ് 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷാന്തരം ശ്രദ്ധിച്ചാട്ടെ. എവരി അത്ലറ്റ്, അംഗം പൊരുതുന്നവൻ, എവരി അത്ലറ്റ്, ഓട്ടക്കാരൻ. സ്തോത്രം. എവരി അത്ലറ്റ്, എവരി സോക്കർ പ്ലെയർ, എവരി ഫുട്ബോൾ പ്ലെയർ എക്സസൈസസ് സെൽഫ് കൺട്രോൾ ഇൻ ഓൾ തിങ്സ്. കർത്താവിന് സ്തോത്രം. നിൽക്കുന്നില്ല അവിടെ? എന്തിനു വേണ്ടി? അവിടെ നോക്കണേ. അവർ വാടുന്ന കിരീടം പ്രാപിക്കാൻ അങ്ങനെ ചെയ്യുന്നേ. സ്തോത്രം. നാമോ വാടാത്തത് പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. അവിടുത്തെ ധ്വനി. കർത്താവിന് സ്തോത്രം. വാടുന്ന ആ ഇലക്കിരീടം, ഹല്ലേലൂയ, അതൊന്ന് തലയിലൊന്ന് വെച്ച് ആ റെക്കഗ്നീഷൻ 4 മണിയാകുമ്പോൾ അത് വാടിപ്പോകുമല്ലോ, പിറ്റേന്നത്തേക്ക് അത് വാടിപ്പോകുമല്ലോ. അപ്പൊ ആ ഇലയുടെ വാല്യൂ അല്ല വാല്യൂ. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥാനത്ത്, ആ പോഡിയത്തെ അവിടെ നിൽക്കുന്നതാണ് വലിയ കാര്യം. അതിനുവേണ്ടി ഇത്രയും അവൻ ചെയ്യുന്നതെങ്കിൽ വാടാത്ത കിരീടത്തിന് വേണ്ടി ഓടുന്ന ദൈവമക്കളെ നാം എത്രയധികം എന്നാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് ഈ പകൽക്കാരൻ നമ്മളോട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 26-ാം വാക്യം. ആകയാൽ ഞാൻ
നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. 27-ാം വാക്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. ഇവിടെ എല്ലാവരും നിൽക്കണേ. സ്തോത്രം. വാടാത്ത കിരീടത്തിന്റെ മറക്കരുത്. ആമേൻ. സെൽഫ് കൺട്രോൾ മറക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്. കർത്താവിന് മഹിമ. ഒരു മുട്ടികയോ ചുറ്റികയോ എടുത്തുകൊണ്ട് തന്നെത്താൻ ഇടിച്ചുകൊണ്ടിരുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. എങ്കിലും എൻ്റെ ശരീരം പറയുന്നതിനെ എല്ലാം ഡിനേ ചെയ്ത്. കർത്താവിന് സ്തോത്രം. നോ നോ നോ. ദി ഓൾഡ് പോൾ ഈസ് ഡെഡ്. ദി ഓൾഡ് അഗസ്റ്റിൻ ഈസ് ഡെഡ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ എന്ന് നമ്മളോട് തന്നെ ആവർത്തിച്ചു പറഞ്ഞ് ഹല്ലേലൂയ കാണുന്നവരെല്ലാവരും മാനസാന്തരക്കാരനാണെന്ന് അടക്കം പറയുവാനെങ്കിലും ഇടയാകത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. തന്റെ സകല പാഷൻസിനെയും അടക്കി വെച്ച് ദണ്ഡിപ്പിച്ച് അടിമയാക്കി ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 27 വാക്യം മറക്ക, അവിടെ നിൽക്കണേ, അത് മറക്കല്ലേ. സ്തോത്രം. ബട്ട് ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് കീപ് ഇറ്റ് അണ്ടർ കൺട്രോൾ ലെസ്റ്റ് ആഫ്റ്റർ പ്രീച്ചിങ് ടു അതേഴ്സ് I myself should be disqualified. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തന്നെ എന്തുമാത്രം ദൂത് വ്യാപരിക്കുന്നുണ്ട്. ഏറ്റെടുത്തു. സ്തോത്രം. ഞാൻ തന്നെ ഡിസ്ക്വാളിഫൈ, കൊള്ളരുതാത്തവനായി എന്നുള്ളിടത്ത് ഞാൻ തന്നെ ഡിസ്ക്വാളിഫൈഡ്. സ്തോത്രം. മരിച്ചവസാനിക്കുമായിരിക്കും, അങ്ങ് കര കയറാൻ നിൽക്കുമായിരിക്കും. പക്ഷെ തമ്പുരാൻ പറയാ നോ നോ നോ. സ്തോത്രം. നീ ട്രാക്ക് തെറ്റിച്ചോടിയവനാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭാഗം വിടാം. സ്തോത്രം. വേറെ അടുത്തേക്ക് പോവാം. ഈ കുറേ കാര്യങ്ങളോട് ഇനി ഓടിപ്പോയേക്കാം. ആത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്നല്ലോ, 9 എണ്ണമാണല്ലോ അവിടെ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇതെല്ലാം പറ്റും. ഈ 9ാമത്തേതാ ഏറ്റവും പ്രയാസം. സ്തോത്രം. എന്നിട്ട് നിങ്ങളതിൻ്റെ ആരംഭത്തിലെ വാക്ക് നോക്കണം. ആത്മാവിൻ്റെ ഫലമോ. വേദപുസ്തകത്തിലെ ഒരു ഗ്രാമർ തെറ്റായത്. ഈ 9 കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഫലങ്ങളെന്നല്ലേ പറയണ്ടേ? ഫലമെന്നല്ലല്ലോ, ഫലമെന്നാണല്ലോ പറഞ്ഞേക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളെ ഓരോ വാക്കും പരിശുദ്ധാത്മാവ് എഴുത്തുകാർക്ക് കൊടുത്താന്ന് വിശ്വസിക്കുന്നേ. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനൊരു ദൂതുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പം ദൈവത്തിന് സ്തോത്രം, ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാതെ ഞാൻ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആമീൻ, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊയർ വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം കൂടെ ചേരുന്നതാ ആത്മാവിൻ്റെ ഫലം. അങ്ങനെയുള്ള ഫലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 9 ഫലവും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒറ്റ ഫലം. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ലെസ്ലി ചക്കപ്പഴത്തിൻ്റെ പടം കാണിച്ച് ഈ ഭാഗം എടുത്ത് പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓർത്ത് നോക്കിയോ എന്താ പാസ്റ്റർ അർത്ഥമാക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വാം. 2 തിമോത്തിയോസ് 2:7 ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എവിടെയൊക്കെ കുറെ നിൽക്കാൻ ഒത്തെങ്കിൽ സ്തോത്രം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാ നമ്മൾ. ഏതെങ്കിലും ഉപദേശി ആമീൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവൻ ആമീൻ ആത്മസമ്പന്നമുള്ളവനായിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം എന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നു ഇല്ലെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് ഓടിപ്പാം.
ഓടി പറഞ്ഞേക്കാം. ഇനി പൗലോസ് ഇനി എഴുതുമ്പോൾ തിമോത്തിയോസ് 3:2 അധ്യക്ഷൻ എല്ലാം വായിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. ജിതേന്ദ്രനായിരിക്കണം, സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 2:2 പിന്നെ സഭയിലെ ഓൾഡർ മെൻ, വൃദ്ധന്മാർ, ആമേൻ, സുബോധമുള്ളവർ, സെൽഫ് കൺട്രോൾ, വൃദ്ധമാർ, ഓൾഡർ വിമൻ. അവർക്ക് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അന്തർലീനമാവിടെ യൗവനക്കാരത്തികളെ ഉപദേശിക്കുമ്പോൾ സുബോധമുള്ളവരായിരിക്കണമെന്ന് ഉപദേശിക്കണം. സെൽഫ് കൺട്രോൾ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. 6-ാം വാക്യം, യൗവനക്കാര്, യങ്ങർ മെൻ, സുബോധമുള്ളവരായിരിക്കണം. സെൽഫ് കൺട്രോൾ. ഇനി ആരെ ഉൾപ്പെടുത്തേണ്ടത്? ഓൾഡർ മെൻ, ഓൾഡർ വിമൻ, യങ്ങർ വിമൻ, യങ്ങർ മെൻ എന്ന് പറഞ്ഞാൽ പിന്നെ അധ്യക്ഷൻ, ഉപദേശി, ദൈവസഭയിലെ സകലരും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 2 വാക്യം കൂടെ വായിച്ചിട്ട് ദൈവമക്കളെ, എനിക്കൊന്നും ആവർത്തിച്ച് പറയാനും സമയമില്ല. കർത്താവിന് മഹിമ. ദൈവത്തിന് സ്തോത്രം. പത്രോസേ, ഇതെല്ലാം കഴിഞ്ഞെഴുതിയ മനുഷ്യനായിരിക്കും. 1 പത്രോസ് 4:7 പറയുമ്പോൾ എനിക്ക് നിങ്ങളോടും അത് ആവർത്തിച്ച് വളരെ വിനയത്തോട് പറയാനുള്ള എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. The end of all things is at hand. Therefore be self-controlled and sober-minded. Why? ഇത് രണ്ടും ഇല്ലേ? പ്രാർത്ഥിക്കാനൊക്കത്തില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. അതാ അവിടുത്തെ അർത്ഥം. ഹല്ലേലൂയ. പ്രാർത്ഥന ചടങ്ങല്ല, എഴുതി വായിക്കുന്നതല്ല. ആമീൻ. എഴുതി വായിക്കുന്നവർക്ക് എളുപ്പമാ. എന്ന സുബോധവും ദൈവത്തിന് സ്തോത്രം സെൽഫ് കൺട്രോളും ഉണ്ടെങ്കിൽ മാത്രമേ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരു ഭാഗം കൂടെ ദൈവത്തിന് സ്തോത്രം. അതെല്ലാം വായിക്കുന്നില്ല. 2 പത്രോസ് 1:5 വരുമ്പോൾ ആമേൻ പല കാര്യങ്ങൾ പറയുമ്പോൾ പറയുകയാ, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജനത്തോട് സ്ഥിരത. കർത്താവിന് സ്തോത്രം. നമുക്ക് കർത്താവിനോട് പറയാം, ദൈവത്തിന് സ്തോത്രം, എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ പണിയണം. എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവേ. നല്ല വചനത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പണിയണമേ കർത്താവേ. പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.